നമുക്കിന്ന് ഇംഗ്ലീഷ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഡെയിലി നമ്മൾ ഉപയോഗിക്കാറുള്ള കുറച്ച് സെൻറ്റൻസസ് നോക്കാം. ഫ്രിഡ്ജിൽ പാലുണ്ടോ? ഇത് നമ്മളെപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഈസ് ദർ എനി മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്? ഈസ് ദർ എനി മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്? അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിൽ പച്ചക്കറികൾ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഈസ് ദർ എന്നാണോ യൂസ് ചെയ്യുക? അല്ല, ഇവിടെ പച്ചക്കറികൾ എന്നാവുമ്പം ഒന്നിൽ കൂടുതൽ വന്നല്ലോ. എങ്ങനെയാണ് ചോദിക്കുക? ആർ ദർ എനി വെജിറ്റബിൾസ് ഇൻ ദ ഫ്രിഡ്ജ്? വെജിറ്റബിൾസ് അല്ല, വെജിറ്റബിൾസ് എന്നാണ് പ്രൊനൗൺസിയേഷൻ. സോ ആർ ദർ എനി വെജിറ്റബിൾസ് ഇൻ ദ ഫ്രിഡ്ജ്? ഇവിടെ ഈസ് ദർ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ്. അതായത് നമുക്ക് പാല് എണ്ണാൻ പറ്റില്ല, ഷുഗർ എണ്ണാൻ പറ്റില്ല, അങ്ങനെ എണ്ണാൻ പറ്റാത്തതിൻ്റെ കൂടെയാണ് നമ്മൾ ഇസ് ദർ എന്ന് യൂസ് ചെയ്യുക. ഒന്നിൽ കൂടുതലുള്ളതിനെ അല്ലെങ്കിൽ കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പം ആർ ദർ എന്നാണ് ഉപയോഗിക്കുക. ഇനി മേശപ്പുറത്ത് ഒരു പേന ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം? ഇവിടെ ഒരു പേന ഉണ്ടോ എന്നല്ലേ. അപ്പം എനി എന്നുള്ളതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ മാത്രം ചോദിച്ചാൽ മതി. അപ്പോൾ പറഞ്ഞോളൂ, ഈസ് ദർ എ പെൻ ഓൺ ദ ടേബിൾ? മേശപ്പുറത്ത് ഒരു പേനയുണ്ടോ? ഈസ് ദർ എ pen on the table? Is there a pen on the table? ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്ന് ചോദിക്കില്ലേ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അത് ചോദിക്കാൻ വേണ്ടി is there anyone here? Is there anyone here? Is there anyone here? ചായയിൽ പഞ്ചസാര ഉണ്ടോ ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെ ചോദിക്കും? Is there any sugar in the tea? Is there any sugar in the ടീ? ചായയിൽ പഞ്ചസാരയുണ്ടോ? വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഈസ് ദർ എനിവൺ അറ്റ് ഹോം? ഈസ് ദർ എനിവൺ? ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ? അറ്റ് ഹോം. ഈസ് ദർ എനിവൺ അറ്റ് ഹോം? ഈസ് ദർ എനിവൺ അറ്റ് ഹോം? അതേപോലെ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈസ് ദർ എനിവൺ ടു ഹെൽപ്പ് മീ?